സെഡാൻ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ പലർക്കും വരുന്നൊരു പ്രശ്നം ഞാൻ കാണിച്ചു തരാം. പലരും ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ താഴെ പോകുന്നൊരു പ്രശ്നം നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പോർഷനിൽ നിന്ന് കുത്തി ഇതിങ്ങനെ പൊക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ഇത് ചെയ്യരുത്. അത്രയും അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ചെയ്യാവുള്ളൂ, അല്ലാത്തവരാരും ഇത് ചെയ്യരുത്. ഇതെൻ്റെ റിക്വസ്റ്റാണ്. ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. കാരണം ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ്, സ്വിച്ച് അഴിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ക്ലിപ്പ് അഴിച്ച് ഇത് വേണമെങ്കിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാൻ സാധിക്കും. ജസ്റ്റ് വാഹനം ഏതെങ്കിലുമൊക്കെ ഒരു ചെറിയ വഴിയിലൊക്കെ കൊണ്ടിട്ടേക്കുന്ന സമയത്ത് തിരിച്ച് നിർത്തിയിട്ടുണ്ടോ, എങ്ങനെയാണ് നിർത്തിയിരിക്കുന്നതൊക്കെ ഉള്ള കൃത്യമായിട്ട് വാഹനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് നിൽക്കുന്ന ആംഗിൾ നമുക്കറിയാൻ പറ്റും. ഇപ്പം ഇന്നത്തെ കാലത്ത് നമുക്കൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോയിലോട്ട് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാൽ ഒരു ഓക്കെ കംഫോർട്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും കിടുവാണ്. അപ്പം ഞാനും ആദ്യം ഓർത്ത് ഇതന്നെ ഇവിടെ നിന്ന് കാറ്റ് വരുന്നതിൻ്റെ കാര്യം. സ്കോഡയുടെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ 1 ലിറ്റർ എടുക്കണോ 1.5 ലിറ്റർ എടുക്കണോ എന്നൊരു സംശയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മളിവിടെ താഴോട്ട് ഇങ്ങനെ വെക്കാറുണ്ട്. എന്നാൽ ഇത് ശരിയായിട്ടൊരു നടപടിയല്ല. എന്നാൽ ഇവിടെ തൂക്കിയിടാനുള്ള പോർഷനില്ല. പക്ഷേ ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സ്കോഡയുടെ സ്ലാവിയയാണ്. ഏതായാലും ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. രാവിലെ ഈ വാഹനം കൈ കിട്ടി കുറേ ദൂരം ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് എക്സ്പീരിയൻസും അതുമാത്രമല്ല ഇതിൻ്റെ ഫുൾ റിവ്യൂവും കൂടെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ സെഡാൻ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ഒന്ന് ഫുള്ള് കാണുക. കാരണം ഒരുപാട് ഗുണങ്ങൾ ഒക്കെ ഉള്ളൊരു വാഹനം തന്നെയാണ് സ്ലാവിയ എന്ന് പറയുന്നത്. ഏതായാലും ഡ്രൈവ് എക്സ്പീരിയൻസിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഒരു രക്ഷയില്ലാത്ത വാഹനമാണ്. ഏതായാലും നമുക്കിതിൻ്റെ ഇൻഡെപ്ത് നോക്കാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു വായിക്കുന്നത്. ഈ കാണുന്നത് ഇതിൻ്റെ L ഷേപ്പ് DRലാണ്. ഇത്രയും ഭാഗം ഇതിൻ്റെ ഹെഡ് ലാമ്പ് അസംബ്ലിയാണ് വരുന്നത്. ഏതായാലും ഇത് കണക്ട് ചെയ്ത് വരുന്ന ഫ്ലൈ ഗ്രില്ല്, വിങ് ഷേപ്പ് ഗ്രില്ല് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഇവരുടെ സിഗ്നേച്ചർ, അതായത് സ്കോഡയുടെ സിഗ്നേച്ചർ ഗ്രില്ല് ഡിമാൻഡ് ബ്രൈറ്റ് ഇതിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഹാലജൻ ഇൻഡിക്കേറ്റർ ലാമ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്കോഡ ക്രിസ്റ്റൽ ലൈറ്റിംഗ് വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. DRലും കാണാൻ നല്ല രസമുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ താഴെ ഒരു ഡിസൈൻസും കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന 2 ഹോണും നമുക്ക് കാണാം. പക്ഷേ ഇതിൻ്റെ ഹോണിൻ്റെ സൗണ്ട് ഒരു ജസ്റ്റ് ഓക്കെ ഫീൽ എന്നേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾക്ക് ഞാനത് കേൾപ്പിച്ചു തരാം. തൊട്ട് താഴെയായിട്ട് നമുക്കൊരു വലിയൊരു എയർ ഡാം കാണാൻ സാധിക്കും. ഒരു ഹണികോം പോലെ തന്നെ കൊടുത്തിരിക്കുന്നു. തൊട്ട് താഴെ ഒരു ചെറിയ ലിപ്പ് പോലെ തന്നെ നമ്മുടെ ബമ്പറിൻ്റെ പോർഷൻസ് വരുന്നുണ്ട്. സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഹാലജൻ ഫോഗ് ലാമ്പ് കാണാൻ സാധിക്കും. ഹാലജൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു ഗുണമാണ് LED കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് LED വാങ്ങിച്ച് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഈ ഹുഡിൻ്റെ പുറത്തുള്ള ഈ ലൈൻസ് എല്ലാം വന്ന് കയറുന്ന ഈ ഗ്രില്ലിലോട്ടാണ്. നല്ല രസം നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വന്ന് കയറുന്ന രീതി, ഇതിൻ്റെ ലോഗോ, അതുപോലെ തന്നെ സ്കോഡ എന്നുള്ളൊരു ലെറ്ററിങ്ങിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഞാനത് കൃത്യമായിട്ട് ഇതിൽ കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ടോ ചെയ്യാനുള്ള ഹുക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷ് എലമെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. സൈഡ് പോർഷനിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കണ്ടുപിടിക്കുന്നത് നമ്മുടെ അലോയ് വീലിലോട്ടാണ്. ഏതായാലും കാണാൻ നല്ല രസമുള്ളൊരു അലോയ് വീൽ തന്നെയാണ്. മെഷീൻ ഫിനിഷ്ഡ് അലോയ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഇതിൻ്റെ സൈസ് വരുന്നത് 205, 55, R16 ആണ്. 205, 55, R16 ആണ് ടയർ സൈസ് നമുക്ക് കിട്ടുന്നത്. ഫ്രണ്ടിൽ ബ്രേക്ക് ഡിസ്കും ബാക്കിൽ ബ്രേക്ക് ഡ്രമ്മും ആണ് നമുക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്നത്. നമുക്ക് ഈ ഫെൻഡർ നല്ലൊരു സ്കോഡ എന്നുള്ളൊരു ലെറ്ററിങ്ങും അതിൻ്റെ ഒരു ഡിസൈനും കൊടുത്തിരിക്കുന്നത്. ഈ ഡിസൈൻ എലമെൻറ്റ് കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു റിയർ വ്യൂ മിറർ കാണാൻ സാധിക്കും. ഇൻ്റഗ്രേറ്റ് ചെയ്ത ഇൻഡിക്കേറ്ററും ഫോൾഡബിൾ മിറർ വിത്ത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാരക്ടർ ലൈൻസ് ഒക്കെ വളരെ ഷാർപ്പാണ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പെയിൻറ്റഡ് ഡോർ ഹാൻഡിൽസ് വിത്ത് റിക്വസ്റ്റ് സ്വിച്ചാണ് നമുക്കിവിടെ കിട്ടുന്നത്. സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. അത് ഡ്രൈവർ സൈഡിലും കോ ഡ്രൈവർ സൈഡിലും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നത് 179 mm ആണ്. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. കാരണം പ്രത്യേകിച്ച് ഒരു സെഡാൻ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. എന്നാൽ ഇവിടെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിന് അത്ര ഒരു പ്രശ്നം വരുന്നില്ല. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്കൊരു സെഡാനിലോട്ടൊന്ന് മാറി ചിന്തിക്കാൻ, അല്ലെങ്കിൽ ഒരു ട്രാവലിൽ നല്ലൊരു കംഫോർട്ടായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഇതുപോലത്തെ ഒരു വാഹനം എടുക്കുന്നുണ്ട്, ഒരു പ്രശ്നവും നമുക്ക് വരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് ഇങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ നമുക്ക് കയറി പോകുന്ന കാണാൻ നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും അതും ഒരു അടിപൊളി ഫീൽ തന്നെയാണ്. ബാക്കിലോട്ട് പോരുന്ന സമയത്ത് ഇവിടെ കുഞ്ഞ് ക്വാർട്ടർ ഗ്ലാസും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ പ്രസ് ചെയ്താൽ മതി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഓപ്പൺ ആകാത്തത് ലോക്ക്ഡ് ആയതുകൊണ്ടാണ്. ഞാനിപ്പം അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂവൽ ലിഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. സെപ്പറേറ്റ് ആയിട്ടൊരു ലോക്കോ സ്വിച്ചോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ E5, E10, E20 ഈ 3 ഫ്യൂവലും നമുക്ക് ഇതിനകത്ത് പൊക്കോളും, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മളിവിടെ താഴോട്ട് ഇങ്ങനെ വെക്കാറുണ്ട്. എന്നാൽ ഇത് ശരിയായിട്ടൊരു നടപടിയല്ല. എന്നാൽ ഇവിടെ തൂക്കിയിടാനുള്ള പോർഷനില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അത് നേരെ ഈ ഒരു പോർഷനകത്തോട്ട്, അതായത് ഇത് കണ്ടത് ഇങ്ങനെ ഇതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂല് ഫില്ല് ചെയ്യാം. അതിനുശേഷം ഇവിടുന്ന് തന്നെ എടുത്ത് നമുക്കിത് ക്ലോസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്കിതിൻ്റെ ടെയിൽ ലൈറ്റിൻ്റെ സ്റ്റാർട്ടിങ് ഈ ഒരു ക്വാർട്ടർ പാനലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
സ്കോഡ ക്രിസ്റ്റൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം കാണുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന LED ബ്രേക്ക് ലൈറ്റും പാർക്ക് ലൈറ്റുമാണ്. അതുപോലെ റിവേഴ്സ് ബൾബും ഇൻഡിക്കേറ്റർ ബൾബ് വരുന്ന ഹാലജനാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ബാക്കിലത്തെ ഒരു ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു ബൂട്ട് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെഡാൻ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബൂട്ട് സ്പേസ് കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്കിവിടെ സ്കോഡയുടെ ഈ ഒരു ലെറ്ററിങ് കാണാൻ സാധിക്കും. നേരത്തെ ഇതിൻ്റെ എസിൻ്റെ മേളിൽ ഒരു ചെറിയൊരു കുനിപ്പ് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറി സ്കോഡ എന്നുള്ളൊരു ഒറ്റ രീതിക്ക്, അതായത് അതിൻ്റെ ലോഗോയ്ക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. സ്ലാവിയ എന്നുള്ളൊരു മോഡലാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. എന്നാൽ വേരിയൻ്റ് ഏതാണെന്ന് ഇവിടെ കൊടുത്തിട്ടില്ല. ഇത് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ് ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഫോഗേഴ്സിൻ്റെ ലൈൻസ് കാണാൻ സാധിക്കും. മേളിലൊരു ഷാർക്ക് ഫിൻ ആൻറ്റിനയും കാണാൻ സാധിക്കും. ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്കിനി ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടതുകൊണ്ട് ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ കാണാൻ സാധിക്കും. റൈറ്റിലും ലെഫ്റ്റിലും ലൈസൻസ് ലാമ്പ് കാണാം. അത് LED ആണ് വരുന്നത്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന 521 ലിറ്ററിൻ്റെ ഒരു വലിയൊരു ബൂട്ട് സ്പേസ് ആണ്. ഇവിടെ പലർക്കും വരുന്നൊരു പ്രശ്നം ഞാൻ കാണിച്ചു തരാം. പലരും ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ താഴെ പോകുന്നൊരു പ്രശ്നം നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും കമ്പനിയുടെ പ്രശ്നമല്ല. അല്ലെങ്കിൽ പലരും പറയാറുണ്ട് ഇതെന്തുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഇതിവിടെ വന്ന് സാധനം വയ്ക്കുമ്പോൾ തലേ വന്ന് തട്ടുന്നു, ഇതൊരു തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കാറുള്ളവരോട് മാത്രമാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് ഇവിടെ ഒരു ലോക്ക് പൊസിഷനുണ്ട്. ഈ ലോക്ക് പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് താഴോട്ട് പോരില്ല. നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ എടുക്കാനും വെക്കാനും കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ഹാൻഡിലുണ്ട്. ഈ ഹാൻഡിലോട്ട് കൈ കയറ്റിയിട്ട് ഇതിങ്ങനെ വലിക്കാം. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ മേളിൽ നമ്മൾ നോർമലായിട്ട് എടുത്ത് താഴോട്ടിങ്ങനെ വെച്ച് ക്ലോസ് ചെയ്യാം. ഒരു ഇഷ്യൂ ഇല്ല. അപ്പോൾ അതിപ്പോൾ എളുപ്പമായി. ഇനി നിങ്ങൾക്ക് ബാക്കിയും കൂടെ കാണിച്ചു തരാം. അതുപോലെ തന്നെ 521 ലിറ്റർ ബൂട്ട് സ്പേസ് ഞാൻ പറഞ്ഞു, ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. എന്നാൽ ഈ ബൂട്ട് സ്പേസ് ഇനി കൂട്ടാനും സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കാണുന്ന ആ സീറ്റ്, ഒരു 60-40 സീറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 1050 ലിറ്റർ ബൂട്ട് സ്പേസ് നമുക്കിവിടെ ആക്കാൻ സാധിക്കുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ ട്രാങ്കിൾ ഇവിടെ കാണാൻ സാധിക്കും. അതായത് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിലുള്ള റിഫ്ലക്ടർ ഇവിടെ കാണാൻ സാധിക്കും. ഒരു ഫുൾ വീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് 205, 55, 616 തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ സബ് ഊഫർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പേസ് സേവർ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. കാരണം ആ ഒരു ഏരിയ പോലും വെറുതെ കളയാതെ അതിനകത്ത് വളരെ കൃത്യമായിട്ടൊരു സബ് ഊഫർ ആഡ് ചെയ്ത് അതിൻ്റെ ഒരു എഫിഷ്യൻസി കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം. നല്ലൊരു 8 സ്പീക്കർ സിസ്റ്റം വിത്ത് സബാണ് നമുക്കിവിടെ കിട്ടുന്നത്. 1, 2, 3 പാർക്കിംഗ് സെൻസേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ 2 റിഫ്ലക്റ്റേഴ്സും കിട്ടുന്നുണ്ട്. സ്റ്റീൽ ഫിനിഷ് എലമെൻറ്റ് നമുക്കിതുപോലെ കയറി പോകുന്നുണ്ട്. താഴത്തെ ഹണികോം പോലത്തെ ഡിസൈനും കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സിംഗിൾ ടെയിൽ പൈപ്പാണ് വരുന്നത്. ഇത് 1.5 ആണെങ്കിൽ ഡ്യുവൽ ടെയിൽ പൈപ്പാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും ബാക്കി ഓവറോൾ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറാം. ഞാൻ ഓപ്പൺ ചെയ്തു. ആദ്യം തന്നെ ഇതിൻ്റെ കീ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് സ്കോഡ സ്ലാവിയയുടെ റിമോട്ട് വരുന്നത്. ഈ ഒരു റിമോട്ടിൽ നമുക്ക് ലോക്ക്, അൺലോക്ക്, ബൂട്ട് ഓപ്പൺ ഈ 3 കാര്യങ്ങളുടെ സ്വിച്ച് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു കീയും കൊടുത്തിട്ടുണ്ട്. പുഷ് സ്റ്റാർട്ട് വരുന്ന വാഹനത്തിന് എന്തിനാണ് കീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ റിമോട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു ക്ലിപ്പ് നമുക്ക് ഊരാൻ വേണ്ടി ഇവിടെ താഴെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പോർഷനിൽ നിന്ന് കുത്തി ഇതിങ്ങനെ പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കിയെടുത്തേച്ചും ഈ താക്കോൽ ഇതിനകത്തോട്ടിട്ട് ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്ത് വാഹനത്തിനകത്തോട്ട് കയറാൻ സാധിക്കും. അങ്ങനെ കയറി കഴിഞ്ഞാൽ ഈ ഒരു റിമോട്ട് നമ്മുടെ എച്ചിന് പുറത്തായിട്ട് നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനം സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. എന്തെങ്കിലും പ്രശ്നം ഈ ഒരു കീ ഫോബിന് വന്നിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. പണി കഴിയുമ്പോഴത്തേക്കും ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ ഒരു ക്യാപ്പ് ഇടാൻ മറന്നു പോകരുത്. മറന്നു പോയി കഴിഞ്ഞാൽ ഇവനെ കിട്ടാൻ ഇച്ചിരി പാടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് പരിപാടി കഴിഞ്ഞ് തിരിച്ചതുപോലെ തന്നെ വൃത്തിയായിട്ട് കൊണ്ടിട്ടേക്കണം. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കീയുടെ കാര്യം മനസ്സിലായി. ഇനി ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതിലൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സൗണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് പേഴ്സണലി, ആ ഒരു ഹാർഡ് ക്ലോസിങ് ഡോറിൻ്റെ ഒരു സൗണ്ട്. ഓക്കെ, ഇനി വാഹനത്തിനകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്വിച്ചുകളെല്ലാം ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക, റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡിൽ ഔട്ട് സൈഡ് റിയർ വ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് റൈറ്റ്, സെൻറ്റർ ഓഫ് പൊസിഷൻ, ലെഫ്റ്റ്, താഴോട്ടാക്കി കഴിഞ്ഞാൽ അത് ഫോൾഡിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, ബാക്ക് റൈറ്റ്, ബാക്ക് ലെഫ്റ്റ്, 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും നമുക്ക് ഡ്രൈവർ സൈഡ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് 1 ടച്ച് കിട്ടുന്നില്ല, അപ്പുറത്തെ സൈഡിലും 1 ടച്ച് കിട്ടുന്നില്ല. അപ്പോൾ ഡ്രൈവർ സൈഡ് മാത്രം നമുക്ക് 1 ടച്ച് അപ്പ് ആൻഡ് 1 ടച്ച് ഡൗൺ കിട്ടുന്നുള്ളൂ. ബാക്കിലത്തെ പവർ വിൻഡോസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ലോക്ക് സ്വിച്ചും നമുക്കിവിടെ കാണാൻ സാധിക്കും. താഴെ ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിലും സൈഡിൽ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഏരിയയിലോട്ട് എന്തെങ്കിലുമൊക്കെ കയറ്റിയത് ഇത്രയും പോർഷൻ ഇതകത്തോട്ട് നമുക്ക് ഏകദേശം ഈ ഒരു പോർഷൻ വരെ നമുക്ക് കയറ്റി വെക്കാനുള്ളൊരു ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ സ്പീക്കേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ട്യൂട്ടേഴ്സ് നമുക്ക് ഈ ഒരു പോർഷനിലാണ് വരുന്നത്, കാണാൻ നല്ല രസമുണ്ട്. സ്കോഡ സൗണ്ട് എന്ന് പറഞ്ഞ്
വളരെ വ്യക്തമായിട്ടൊരു നല്ലൊരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിംപ്ലി ക്ലെവറിൻ്റെ ഒരു ഫീച്ചർ ടിക്കറ്റ് ഹോൾഡർ അല്ലെങ്കിൽ കാർഡ് ഹോൾഡേഴ്സ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി വാഹനത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു റൗണ്ട് ഡയലായിട്ടുള്ള AC വെൻ്റാണ്. അതിൻ്റെ ചുറ്റും ഒരു ക്രോം ഇൻസേർട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ക്ലോസ് ആൻഡ് ഓപ്പൺ. നമുക്ക് ഈ പോകുന്ന ഒരു ഗോൾഡൻ ഫിനിഷ് ഇവിടെ വന്ന് അവസാനിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഇത് ലെഫ്റ്റിലോട്ടാണെങ്കിൽ ഫുൾ ക്ലോസ്, റൈറ്റിലോട്ടാണെങ്കിൽ ഓപ്പൺ, അപ്പ് ആൻഡ് ഡൗൺ പോർഷൻ നമുക്ക് കാണാം. തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഹെഡ് ലൈറ്റിൻ്റെയും പാർക്ക് ലൈറ്റിൻ്റെയൊക്കെ ഓൺ ഓഫ് സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡ് ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചും കാണാൻ സാധിക്കും. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ഇത് ചെയ്യരുത്. അത്രയും അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ചെയ്യാവുള്ളൂ, അല്ലാത്തവരാരും ഇത് ചെയ്യരുത്. ഇതെൻ്റെ റിക്വസ്റ്റാണ്. ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. കാരണം ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ്, സ്വിച്ച് അഴിച്ചെടുക്കുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ അഴിക്കാൻ പറ്റുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഈ സ്വിച്ച് നമുക്ക് ഫുള്ളായിട്ട് ഊരിയെടുക്കാൻ വേണ്ടി അകത്തോട്ട് പ്രസ് ചെയ്ത് ലെഫ്റ്റിലോട്ട് തിരിച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഊരിയെടുത്ത് ഈ ക്ലിപ്പ് അഴിച്ച് ഇത് വേണമെങ്കിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാൻ സാധിക്കും. ജസ്റ്റ് ഒരു ഇൻഫർമേഷനായിട്ട് മാത്രം ഞാൻ തന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ചെയ്യാനുള്ള ഇത് ഊരി എടുത്ത് കഴിഞ്ഞാൽ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നേരെ വയ്ക്കുക, തിരിച്ച് കഴിഞ്ഞാൽ തീർന്നു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രം ഞാൻ തരുന്നുള്ളൂ, ആരും ഇത് ചെയ്ത് നോക്കരുത്. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു ബോക്സ് കാണാൻ സാധിക്കും. എന്തെങ്കിലും കാർഡോ കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സോ കാര്യങ്ങളൊക്കെ വെക്കാൻ നല്ല ഹെൽപ്ഫുള്ളാണ്. കാരണം ഞാനൊക്കെ എപ്പോഴും പേഴ്സ് ഇങ്ങനെ വെക്കുന്നൊരു വ്യക്തിയാണ്. എല്ലാം പേഴ്സും കൊള്ളുമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഇത് കംഫർട്ടബിൾ ആയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു പേഴ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കോയിൻസ് ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് വെക്കാനും ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് നമുക്ക് വരുന്ന ഈ ഒരു പോർഷനിലാണ്. അത് കഴിഞ്ഞ് നമുക്ക് റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വൈപ്പ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത് കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, നമ്മുടെ ഹൈ ബീം വരുന്നുണ്ട്, നമ്മുടെ ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ തന്നെയാണ് വരുന്നത്. ക്രൂയിസ് കൺട്രോളിൻ്റെ ഓൺ ഓഫ്, ഇനി ഓൺ ചെയ്തിട്ട് അത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വെച്ചത് ക്യാൻസലാണ്. ഫുള്ളായിട്ട് ഓഫ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഓഫ് ചെയ്യാം. ഇപ്പം ക്രൂയിസ് കൺട്രോൾ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ക്രൂയിസ് കൺട്രോളിൻ്റെ കാര്യം ഇവിടെ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഓഫ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീല് സ്കോഡയുടെ ഒരു സിഗ്നേച്ചർ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ സ്റ്റിയറിംഗ് വീൽ. എല്ലാത്തിനും ഒരുവിധം കോമൺ ആയിട്ട് തന്നെ ഡ്യുവൽ സ്പ്രോക്കിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. റൈറ്റ് സൈഡിലെ കൺട്രോൾസ് ഫുള്ള് നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിലും, ലെഫ്റ്റ് സൈഡിലെ കൺട്രോൾസ് എല്ലാം നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു 8 ഇഞ്ചിൻ്റെ കോപ്പിറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും നല്ല അടിപൊളി സ്ക്രീനാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ ഇൻഫർമേഷനും കാര്യങ്ങളും ഇപ്പം നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ആംഗിൾ പോലും നമുക്കിവിടെ കാണത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കും, അത് നമ്മുടെ സ്റ്റിയറിങ് തിരിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ആംഗിൾ മാറുന്നു. ഇപ്പോൾ 23 ഡിഗ്രി നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ വാഹനം ഏതെങ്കിലുമൊക്കെ ഒരു ചെറിയ വഴിയിലൊക്കെ കൊണ്ടിട്ടേക്കുന്ന സമയത്ത് തിരിച്ച് നിർത്തിയിട്ടുണ്ടോ, എങ്ങനെയാണ് നിർത്തിയിരിക്കുന്നതൊക്കെ ഉള്ള കൃത്യമായിട്ട് വാഹനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ സ്റ്റിയറിങ് നിൽക്കുന്ന ആംഗിൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ സ്റ്റിയറിങ് ഇപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട് സ്ട്രെയിറ്റ്. ഇപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആക്കിയെന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിങ് സ്ട്രെയിറ്റ് നിൽക്കുന്നു എന്നേ ഉള്ളൂ. ടയർ സ്ട്രെയിറ്റ് അല്ല, 24 ഡിഗ്രി ചെരിഞ്ഞാണ് ഇപ്പം നിൽക്കുന്നത്. അതെല്ലാം വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുപോലത്തെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇൻഫർമേഷൻസ് ഈ ഒരു ക്ലസ്റ്റർ മീറ്റർ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. നമുക്ക് വേണ്ട ഏതൊക്കെയാണ്, ടെലിഫോൺസിൻ്റെ ആഡ് ചെയ്യണോ, ഗിയർ ഡിസ്പ്ലേ ആഡ് ചെയ്യണോ, ആവറേജ് സ്പീഡ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കിയിട്ട് ഏതാണ് വേണ്ടത് അത് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഒരു 1 ലിറ്റർ TSI ടെർബോ ചാർജ് 80 വാഹനമാണ്, ഒരു ടോർ കൺവേർട്ടറാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പുറത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡിസൈൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഒരു 3 സ്റ്റേജ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതായത് മേളിൽ ബ്ലാക്ക് വരുന്നുണ്ട്, താഴെ വരുമ്പോൾ ഒരു ഗോൾഡ് ഫിനിഷ്, അതായത് ക്രാഷ് പാഡിൽ വരുന്ന ഗോൾഡ് ഫിനിഷും അതിന് തൊട്ട് താഴെ വരുന്ന ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റുമാണ് വരുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും ഗ്ലോ ബോക്സിൻ്റെ ശരിക്കും ഒരു ബീജ് കളറും, അപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് ബീജ് മിക്സ് ആണ് നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഫുൾ തീം നോക്കുകയാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു 10 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിൽ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും കാര്യങ്ങളൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് വരുന്നത്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് നമുക്ക് ഇവിടെയാണ് വരുന്നത്. കണ്ടോ, ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഓൺ ഓഫ് ചെയ്യുന്ന സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിനകത്ത് ഒരുപാട് സെറ്റിങ്സ്, നമ്മുടെ കാറിൻ്റെ സെറ്റിങ്സ് ഒക്കെ ആണെങ്കിൽ ലൈറ്റിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്കൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോയിലോട്ട് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും പറ്റില്ല. പറ്റും, പക്ഷേ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് ആൻഡ്രോയിഡിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ. അതൊരു നഷ്ടക്കളിയാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് വരെ നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലാണ് കിട്ടുന്നത്. പിന്നെ എന്താണ് ഇതിന് ചെയ്യാൻ സാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അഡീഷണൽ ആയിട്ടൊരു അഡാപ്റ്റർ വാങ്ങാൻ കിട്ടും. ജസ്റ്റ് ഒരു അഡാപ്റ്റർ മാത്രമല്ല, നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം പോലും ആൻഡ്രോയിഡ് ആക്കാൻ
എടുക്കാൻ വേണ്ടിയുള്ളൊരു ഡിവൈസ് കിട്ടുന്നുണ്ട്. ഞാൻ എൻ്റെ ചാനലിൽ അത് റീസെൻ്റായിട്ട് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഞാനത് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നോക്കി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. ഒരു ഡിസ്പ്ലേക്കകത്ത് നമ്മുടെ റിവേഴ്സ് ക്യാമറ കാണാൻ സാധിക്കും. ഒരു ഓക്കെ ഫീൽ എന്ന് മാത്രം പറയാൻ പറ്റില്ല, വലിയൊരു ഗുമ്മൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ബമ്പർ കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് റിവേഴ്സ് എടുക്കാൻ സാധിക്കും. അപ്പം അത് കഴിഞ്ഞ് തൊട്ട് താഴെയായിട്ട് 2 കുഞ്ഞൻ AC വെൻറ്റുകൾ കാണാൻ സാധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് കയറി വരുന്ന കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഓൺ ഓഫ് ചെയ്യാൻ ഇങ്ങോട്ട് ഓഫാണ്, ഇങ്ങോട്ട് ഓണാണ്. അതുപോലെ തന്നെ ഹസാർഡിൻ്റെ സ്വിച്ച് നമുക്ക് ഇവിടെയാണ് വരുന്നത്. താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് ക്ലൈമറ്റ്രോണിക് എന്ന് പറയുന്നൊരു രീതിക്കാണ് ഇതിൻ്റെ AC-യുടെ ക്ലൈമറ്റ് കൺട്രോൾസ് വരുന്നത്. ഇതിൻ്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഫാൻ്റെ സ്പീഡൊക്കെ കുറയ്ക്കണമെന്നേക്കിങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഹീറ്റിൻ്റെ കൺട്രോൾ നമുക്കിപ്പം ടെമ്പറേച്ചർ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്യാം, ഇത് പ്രസ് ചെയ്യാം, ഇനി സ്വൈപ്പ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ഒരു മാറ്റങ്ങൾ വരുത്താൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഡ്രൈവ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ശ്രദ്ധ എടുക്കാതെ ഇങ്ങനെ നോക്കി ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. എന്നാലും ഒന്ന് നോക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്, കുഴപ്പമില്ല. കുറ്റമായിട്ട് പറഞ്ഞല്ല, എന്നാൽ എന്തെങ്കിലും കുറ്റം പറയേണ്ടതെന്ന് വെച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പെട്ടെന്ന് മിസ്റ്റ് പിടിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മാക്സ് ആയിട്ട് ഇതിൻ്റെ ഫുൾ കൂളിംഗ് ആയിട്ട് കൊടുത്ത് മിസ്റ്റ് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു യൂണിറ്റാണ് ഇവിടെ മാക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഡീഫോഗർ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓട്ടോ ക്ലൈമറ്റ് വേണമെങ്കിൽ ഇവിടെ ഓട്ടോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോയാണ്. AC ഓൺ ഓഫ് ചെയ്യണമെങ്കിലുള്ള സ്വിച്ച്. ഇനി ബ്ലോവർ നമ്മൾ ഫുള്ളായിട്ട് ഓഫ് ചെയ്യണമെങ്കിൽ ഇത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരുന്നാൽ മാത്രം ഓഫ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഇപ്പം AC ഓൺ ആക്കിയിട്ടുണ്ട്, ഓട്ടോ ഇട്ടു, ഇപ്പം നല്ല സ്പീഡിലാവുന്നത്. സ്പീഡ് ഞാൻ കുറച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഈ ഒരു ഒറ്റ സ്പീഡിൽ തന്നെ നിൽക്കും. അത് ഓഫ് ചെയ്യണമെങ്കിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അതുപോലെ തന്നെ ഒരു എയർ കെയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിനകത്തൊരു 2.5-ൻ്റെ ഒരു എയർ ഫിൽറ്ററും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്ന മോഡലാണ്. അതുപോലെ തന്നെ ഇവിടെ താഴെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വിത്ത് മൊബൈൽ ചാർജർ, അതായത് ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് കൂടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ താഴെ 2 USB-C ടൈപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനും നമുക്ക് ചാർജ് ചെയ്യാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ലോക്ക് സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടാൻ സാധിക്കും. ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം ഇസ് ഡീആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ് വെന്റിലേഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഡ്രൈവർ സൈഡിലെ സീറ്റ് വെന്റിലേഷനും കോ ഡ്രൈവർ സൈഡിലെ സീറ്റ് വെന്റിലേഷനും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു 80 ആണ്, ഒരു 6 സ്പീഡ് 80 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്സ് മോഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ കോയിനൊക്കെ വെക്കാൻ പറ്റുന്നൊരു ഏരിയ കാണാം. ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് നമുക്ക് ഇവിടുന്ന് കറണ്ട് എടുക്കാൻ വേണ്ടി എടുക്കാം. അതുപോലെ തന്നെ 2 കപ്പ് വെക്കാൻ പറ്റുന്നൊരു ഹോൾഡർ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കപ്പും കൂടെ ഇടയ്ക്ക് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ സിംപ്ലി ക്ലെവറിൻ്റെ റബ്ബേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു ബോട്ടിലൊക്കെ തുറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കൈ ഫ്രീ ആക്കാതെ ഈ ഒരു കൈ വെച്ച് പ്രസ് ചെയ്ത് തിരിക്കാൻ വേണ്ടിയിട്ട് അന്നേരം സ്കിഡായി പോകാതിരിക്കാൻ വേണ്ടി ഒരു റബ്ബറും കൂടെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ആം റെസ്റ്റ് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ലൊരു ആംറെസ്റ്റാണ്. സ്ലൈഡ് ചെയ്യാനുള്ള പറ്റുന്നൊരു ഓപ്ഷൻ വരുന്ന മോഡലാണ്. ചെറിയൊരു ഏരിയയും ഒരു സ്റ്റോറേജ് ഏരിയയും ഇതിനകത്ത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ടൊരു ഡ്രൈവർ സൈഡിൽ ഇരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നല്ല സ്കോഡ എന്നുള്ളൊരു ലെറ്ററിങ്ങും ഇവിടെയും സ്കോഡ എന്നുള്ളൊരു ബാഡ്ജിങ്ങും വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു പോർഷൻ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിങ് ടെലിസ്കോപ്പിക്കും കിട്ടുന്നുണ്ട്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ബേസ് മോഡൽ തൊട്ട് തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്ന ഒരു കിടു ഫീച്ചറാണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. അതും കൊള്ളാം. അതുപോലെ തന്നെ നമ്മുടെ ഡാഷ്ബോർഡിൽ ഒരു ചെറിയ ഏരിയ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഐഡിൽസോ കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വല്ലം ബിംബങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ മേലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് റിയർ വ്യൂ മിറർ കാണാൻ സാധിക്കുന്നത്. ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ വരുന്നൊരു റിയർ വ്യൂ മിററാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതൊരു ബെസല്ലസ് ആയിട്ട് വരുന്ന മോഡലായിട്ട് തന്നെ കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. നമുക്ക് സൺവൈസർ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ സൈഡിലെ സൺവൈസർ ഗ്ലാസ് ഒന്നുമില്ല, ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡേഴ്സ് മാത്രം നമുക്ക് കിട്ടുന്നുള്ളൂ. ലൈറ്റ്സ് നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കും. LED ലൈറ്റ്സ് തന്നെയാണ് കിട്ടുന്നത്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ മൈക്ക് നമുക്ക് ഈ ഒരു പോർഷനിൽ കാണാൻ സാധിക്കും. നമുക്കിവിടെ സൺ റൂഫ് കാണാൻ സാധിക്കും. ഒരു സിംഗിൾ പെയിൻ സൺ റൂഫാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് കാണാൻ നല്ല രസമുണ്ട്, നല്ല അടിപൊളിയായിട്ടാണ് ഇത് ഓപ്പണായി വരുന്നത്. ഏതായാലും ഫുൾ ഓപ്പൺ ആണ്. തലയൊക്കെ ഇട്ട് പുറത്തോട്ട് നിൽക്കാം എന്ന് പറയുന്നത് ഞാൻ വലിയ എൻകറേജ് ചെയ്യാത്തൊരു കാര്യമാണ്. എന്നാലും ഡ്രൈവൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ ഒന്ന് തുറന്നൊക്കെ ഇട്ടൊന്ന് ഓടിക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കവർ നമ്മൾ തന്നെ ക്ലോസ് ചെയ്യണം. അതുകൊണ്ട് ഡ്രൈവൊക്കെ പോകുന്ന സമയത്ത് നമുക്കത് ഇതുപോലെ ഒന്ന് പൊക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഇത്ര ഒരു പോർഷനിൽ മാത്രം ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അകത്ത് എന്തെങ്കിലും സ്മെല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തോട്ട് പൊക്കോളും. എയർ സർക്കുലേഷൻ കൃത്യമായിട്ട് കിട്ടും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അത് നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നേരെ ബാക്കിലോട്ട് ആക്കി കഴിഞ്ഞാൽ ഫുൾ ക്ലോസ്. ഫ്രണ്ടിലോട്ടൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എയർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കിലോട്ട് ആക്കി കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് ആണ്. ഇനി ഇത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിത് മൊത്തത്തിലിങ്ങനെ ക്ലോസ് ചെയ്തു.
ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് ഡ്രൈവർ സൈഡിൽ ഇരിക്കുമ്പോൾ. ഒരു കാര്യം കൂടെ വിട്ടുപോയി, നമുക്ക് ഇവിടെ കിട്ടുന്ന ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ആണ് വരുന്നത്. പക്ഷേ മെമ്മറി ഫംഗ്ഷൻസ് ഇവിടെ അവൈലബിൾ അല്ല. കോ ഡ്രൈവർ സൈഡിലും അതുപോലെ തന്നെയാണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമായതുകൊണ്ട് ആക്സിലറേറ്ററും ബ്രേക്കും ആണ് കിട്ടുന്നത്. അതുപോലെ ഒരു ഡെഡ് പെഡലും നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു ഡെഡ് പെഡലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലെഫ്റ്റ് ലെഗ് അവിടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ വരുന്ന സമയത്ത് ഇത് ഓട്ടോ, അതായത് ഓട്ടോ ഹെഡ്ലൈറ്റ് ഓൺ ആണ്. പാർക്ക് മോഡ് വരുന്നുണ്ട്, ഹെഡ്ലൈറ്റ് ഓൺ പൊസിഷൻ വരുന്നുണ്ട്. ഇതൊന്നുകൂടെ ബാക്കിലോട്ട് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഫോഗ് ലൈറ്റ് ഓൺ ആയിരിക്കുകയാണ്. ഇനി ഇത് അവസാനം എല്ലാം ഓഫ് നമ്മളാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോ പാസഞ്ചർ സൈഡിലോട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോ ഡ്രൈവർ സൈഡിലോട്ട് ഇരിക്കുകയാണെങ്കിൽ ആദ്യം കാണുന്നൊരു കാര്യം, സംഗതി നല്ല അടിപൊളിയാണ്. ഒരു ചെറിയ ആംറസ്റ്റും ഈ ഒരു ആംറസ്റ്റും കൂടെ എനിക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ കാര്യമാണ് നമ്മുടെ ഗ്ലോ ബോക്സ്. അമ്മേ ഓക്കെ, അപ്പം കാലിലോട്ട് വന്ന് തട്ടുന്നുണ്ട്. ഇതിപ്പം അത്യാവശ്യം ബാക്കിലോട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ പൊതുവേ ഈ വാഹനങ്ങളിലുള്ളതാണ്, ഞാൻ പരം കുറ്റം പറയുന്നതല്ല. ഇത്ര ആക്കിയിട്ട് കഴിഞ്ഞാൽ എന്നാലും തട്ടും. ഓക്കെ, അപ്പോൾ ചെറിയ രീതിക്ക് നമ്മുടെ കാലിലൊക്കെ മുട്ടാനുള്ള സാധ്യത ഇച്ചിരി കൂടുതലാണ്, അതൊന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും കാർഡോ വല്ലതൊക്കെ വെക്കാനായിട്ട് സാധിക്കും. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വല്ലതൊക്കെ ചെറിയ രീതിക്കുള്ള സാധനങ്ങളൊക്കെ വെക്കാനുള്ള പോർഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാർഡോ കാര്യങ്ങളൊക്കെ വെക്കുന്നതായിരിക്കും എനിക്കൊന്ന് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരു കോൾഡ് ഗ്ലോ ബോക്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എയർ കിട്ടത്തില്ല, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എയർ കിട്ടുന്നതായിരിക്കും. കൂൾഡാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ മാത്രം അത് ഓപ്പൺ ചെയ്തിട്ട്, അല്ലാത്ത പക്ഷേ അത് ഓഫ് ചെയ്തിടുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ എനിക്ക് മുഖമൊക്കെ നോക്കി ഒന്ന് അടിപൊളിയല്ലേ എന്നൊക്കെ നോക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഗ്ലാസ് ഇവിടെ കിട്ടുന്നുണ്ട്. ലൈറ്റ്സ് കിട്ടുന്നില്ല. ഗ്രാബ് റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്കിവിടെ എല്ലാ സൈഡിലും ഗ്രാബ് റെയിൽസ് വരുന്നുണ്ട്. അതായത് 4 ഗ്രാബ് റെയിൽ ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഇരിക്കാൻ, ഞാൻ ഈ ഒരു സൈഡിൽ പറഞ്ഞതുപോലെ തന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഒന്നുകൂടെ പറയുകയാണ്. അതായത് നല്ല ബോൾസ്റ്റേഴ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമ്മൾ ഇതിനകത്ത് പിടിച്ചിരുത്തുന്ന ഒരു ഫീല് തന്നെയാണ്. അതായത് ഇപ്പം ഞാൻ ഇങ്ങനെ ഇരുതെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല രീതിക്ക് ഒരു പിടുത്തം കിട്ടും. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ കൂടെ സീറ്റിലോട്ട് തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതെനിക്ക് തോന്നിയൊരു ഫീലിംഗ് ആണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ വെന്റിലേറ്റഡ് സീറ്റ്സ് ഓണാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു കൂൾ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ബാക്ക് സൈഡിലോട്ട് ഞാൻ ഇരുന്നു. ഏതായാലും ബാക്കിലത്തെ സീറ്റ്, ഈ ഫ്രണ്ടിലത്തെ സീറ്റ് ഞാൻ അധികം ഇറക്കിയിട്ടിട്ടുമില്ല, അധികം കയറ്റിയിട്ടിട്ടില്ല. ഞാൻ നേരത്തെ ഇരുന്ന അതേ പൊസിഷനാണ്. അത് വെച്ച് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. നല്ല കംഫർട്ടായിട്ട് എനിക്കിവിടെ ഇരിക്കാൻ സാധിക്കും. കാല് നീട്ടി വെച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്ര ഒരു ഏരിയ, ഇവിടെ ഒരു സ്കൂപ്പ് ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിനെക്കഴിഞ്ഞ് നല്ല വ്യക്തമായിട്ട് എനിക്ക് കാല് വയ്ക്കാം. തൈ സപ്പോർട്ട് കിടു എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ റിവ്യൂസൊക്കെ, അല്ലെങ്കിൽ ഓരോ വാഹനത്തിൻ്റെ റിവ്യൂസും പറയുമ്പോൾ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. അത് കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് തന്നെ പറയാം. അതുപോലെ ഈ ഒരു വാഹനത്തിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് തൈ സപ്പോർട്ട് പക്ക. കാരണം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ലോവേർഡാണ്, ഫ്ലാറ്റായിട്ട് എനിക്ക് ഇരിക്കാൻ സാധിക്കുന്നതുകൊണ്ടും ആകാം. എന്താണെങ്കിലും കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു പോസിറ്റീവ് സൈഡാണ്. അതുപോലെ തന്നെ ഈ ഒരു ആംറസ്റ്റിൻ്റെ പോർഷനൊക്കെ ശരിക്കും ഒരു ലെതറേറ്റഡ് ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കൈ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. അതുപോലെ തന്നെ സെൻറ്റർ ആംറസ്റ്റ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കൈയൊക്കെ വെച്ച് 2 കപ്പൊക്കെ വെച്ച്, അല്ലെങ്കിൽ വെള്ളമൊക്കെ കുടിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ജ്യൂസൊക്കെ കുടിച്ച് യാത്ര ചെയ്യാൻ സൗകര്യമുണ്ട്. ഹെഡ് റെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടത്തിനുള്ള രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതൊരു ഫോൾഡബിൾ സീറ്റാണ്. പക്ഷേ സെൻട്രൽ സീറ്റിൻ്റെ കംഫോർട്ട് ഒരു ഓക്കെ കംഫോർട്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും കിടുവാണ്. കാരണം ആ ഒരു കംഫോർട്ട് ഒരിക്കലും സെൻറ്ററിലിരിക്കുന്ന പാസഞ്ചറിന് കിട്ടത്തില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ഈ ഒരു മെറ്റീരിയൽ കുറച്ചുകൂടെ ഹാർഡാണ്, ഇവിടെ വളരെ സോഫ്റ്റാണ്. ഇത് ഹാർഡാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ കാര്യങ്ങളെല്ലാം കൊടുക്കാനുള്ളതുകൊണ്ട് ഇത് ഹാർഡായേ പറ്റും. അതുപോലെ തന്നെ സെൻറ്റർ കുറച്ചൊരു ഹാർഡാണ്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലായി 2 സീറ്റുകൾക്ക് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്തൊരു രീതിയാണ് ഫീൽ ചെയ്യുന്നത്. സെൻറ്ററിലൊരു കൊച്ചു കുഞ്ഞോ അല്ലെങ്കിൽ കൊച്ചാൾക്കാർ അല്ലെങ്കിൽ ചെറിയ ആൾക്കാർ വല്ല ഇരുന്നാൽ മതി എന്നുള്ള രീതിയാണ്. പക്ഷേ 3 പേർക്ക് അവർ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു കിടു കാര്യം തന്നെയാണ്. ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഈ സീറ്റ് ഫോൾഡ് ചെയ്തിടാൻ സാധിക്കും. അതായത് ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സാധനങ്ങൾ എടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ സാധനങ്ങൾ നമുക്ക് കൂടുതൽ വെക്കാം. ഈ ഒരു സീറ്റും കൂടെ വേണമെങ്കിൽ ഫോൾഡ് ചെയ്തിടാൻ സാധിക്കും. അതായത് ഞാൻ ഇത് മാറ്റിയിട്ട് ശേഷം ഈ ഒരു സീറ്റ് ഞാൻ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാണ്. നോക്കിക്കോണം, ഇങ്ങനെ ഇത് ഫോൾഡ് ചെയ്തിട്ടാലും ഈ പറയുന്ന പോലെ സാധനം വെക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1050 ലിറ്ററോളം നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് കൂട്ടാൻ സാധിക്കുമെന്ന് പറയുന്നത്. ഇത് സെഡാൻ വാഹനങ്ങളിൽ കുറവാണ്. കാരണം ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് വരുന്നത് ഇല്ലെന്നല്ല, എന്നാൽ കുറവാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ഫോൺ വെക്കാൻ പറ്റുന്നൊരു ചെറിയ പോക്കറ്റ് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇതിങ്ങനെ മാറ്റുമ്പോൾ ഇവിടെ നിന്നൊരു കാറ്റ് പോകുന്ന ഒച്ച വരുന്നുണ്ട്. അപ്പം ഞാനും ആദ്യം ഓർത്ത് ഇതന്നെ ഇവിടെ നിന്ന് കാറ്റ് വരുന്നതിൻ്റെ കാര്യം. ഇതൊരു വെന്റിലേറ്റഡ് സീറ്റാണ് വരുന്നത്. അപ്പം ആ സീറ്റിൻ്റെ എയർ ഫ്ലോയുടെ എയർ സർക്കുലേഷൻ്റെ സൗണ്ടാണ് നമ്മളവിടെ കേൾക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഓക്കെ, ഓട്ടോറിറ്റീസ്. അപ്പോൾ ഞാൻ കാണിച്ചു തന്ന പോലെ 2 മൊബൈൽ ഫോൺ വെക്കാൻ പറ്റുന്ന പോക്കറ്റ്സ് കാണാൻ സാധിക്കും. ഇവിടെ 2 റിയർ AC വെൻറ്റുകൾ കാണാൻ സാധിക്കും. നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്തിടാൻ സാധിക്കും. ഇപ്പോൾ ബാക്കി ഇരിക്കുമ്പോൾ തണുപ്പ് വേണ്ട, ഓഫ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ റിയർ 2 C പോർട്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഓവറോൾ അടിപൊളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാബ് റെയിൽസ് ഇവിടെയും വരുന്നുണ്ട്, നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 2 LED ലൈറ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഡോർ ഓപ്പൺ ആയതുകൊണ്ടാണ് ഇതിപ്പം ഓഫ് ആകാത്തത്. അല്ലെങ്കിൽ ലൈറ്റ്സ് ഇപ്പോൾ ഓഫ് ആയാൽ, അല്ലെങ്കിൽ അവിടെ നമുക്ക് ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ഓഫ് ചെയ്തിട്ടാൽ ഇവിടെ കത്തുന്നതായിരിക്കും. ഈ വാഹനങ്ങൾക്കെല്ലാം സ്റ്റാൻഡേർഡ് 6 എയർ ബാഗുകളാണ് കിട്ടുന്നത്. അതൊരു പോസിറ്റീവ് സൈഡായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ഇല്ലാത്ത വാഹനങ്ങളിലൊന്ന് തന്നെയാണ് സ്കോഡ. പിന്നെ ഫോക്സ് വാഗൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ സൈഡ് കൂടെ നോക്കിയാലോ. വാ, ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ വാഹനത്തിൽ വരുന്ന ഒരു 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. അതായത് 1 ലിറ്റർ ടെർബോ ചാർജ്ഡ് എഞ്ചിനാണ് ഇന്നിപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളത്. ഏതായാലും ഈ എഞ്ചിൻ ഇപ്പം ഓൺ പൊസിഷനാണ്, നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം ഒരു 3 സിലിണ്ടറിൻ്റെതായ ഒരു വൈബ്രേഷൻ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു വൈബ്രേഷൻ ഒരു കാരണവശാലും നമ്മുടെ ക്യാബിനകത്തോട്ട് വരത്തില്ല. ഒരു ചെറിയ രീതിക്ക് പോലും വൈബ്രേഷൻ നമുക്ക് അകത്ത് ഫീൽ ചെയ്യത്തില്ല. അതൊരു പോസിറ്റീവ് സൈഡായിട്ട് തന്നെ പറയാം. അതേ സ്ഥാനത്ത് നമുക്കിവിടെ ഒരു 1.5 ലിറ്റർ എഞ്ചിനും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവൈലബിൾ ആണ്. ഞാൻ ഏതായാലും എഞ്ചിനൊന്ന് ഓഫ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വാഹനങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, വാഹനം ഓഫ് ചെയ്താലും ഫാൻ കുറച്ച് നേരം കൂടെ കറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. കുറച്ച് പേരെങ്കിലും എന്തുകൊണ്ടാണ് ഈ ഫാൻ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതെന്നുള്ളൊരു ചിന്ത കുറച്ച് പേർക്കെങ്കിലും ഉണ്ടായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടെമ്പറേച്ചർ നോർമൽ കണ്ടീഷനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വാഹനം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ ഫാൻ കറങ്ങുന്നതിൻ്റെ കാര്യം. ഇതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, വളരെ നോർമലായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ കിട്ടുന്ന, ഇപ്പം നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1 ലിറ്റർ എഞ്ചിനാണ് ഇപ്പോൾ എൻ്റെ കൂടുതലുള്ള 1 ലിറ്റർ ടെർബോ ചാർജ്ഡ് എഞ്ചിനാണ് വരുന്നത്, TSI എഞ്ചിനാണ്. അതുപോലെ തന്നെ നമുക്കൊരു 1.5 ലിറ്റർ TSI എഞ്ചിനും അവൈലബിൾ ആണ്. അത് 4 സിലിണ്ടറാണ് വരുന്നത്. ആ ഒരു എഞ്ചിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൽ ആക്ട് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയും കൂടെ വരുന്നുണ്ട്. ആക്റ്റീവ് സിലിണ്ടർ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഫീച്ചറും കൂടെ വരുന്നുണ്ട്. എന്താണ് ആ ഫീച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആ വാഹനത്തിൻ്റെ എഞ്ചിൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, അതായത് ലോഡ് കുറവായിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് 2 സിലിണ്ടേഴ്സ് ഓഫ് ആവണം. അതായത് ഒരു 4 സിലിണ്ടർ 2 സിലിണ്ടർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് സിലിണ്ടർ മാത്രം വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫ്യൂൽ വളരെ കുറച്ചേ കൺസ്യൂം ചെയ്യത്തുള്ളൂ. തന്നെ ഈ ഒരു എഞ്ചിൻ സൈഡ് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടർ മോട്ടറൊക്കെ വളരെ സിമ്പിളായിട്ടായിരിക്കാം. കൈയിട്ട് പണിയാനുള്ളൊരു ഇട ഭയങ്കര കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ, നമുക്ക് ഈ ഒരു 1 ലിറ്ററിൻ്റെ പവർ വരുമെന്ന് പറഞ്ഞാൽ 115 PS പവറും 175 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അതേ സ്ഥാനത്ത് നമുക്കൊരു 1.5 ലിറ്റർ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ 150 PS പവറും 250 Nm ടോർക്കുമാണ് നമുക്ക് അതിൽ നിന്ന് ഔട്ട് കിട്ടുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ടെക്നോളജി, ആക്ട് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയും കൂടെ നമുക്ക് വരുന്നുള്ളതുകൊണ്ട് നമുക്കിതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മൈലേജ് സൈഡ് തന്നെയാണ്. ചെറിയൊരു കാര്യം എന്നുള്ളൊരു വലിയ കാര്യം തന്നെയാണ് നമുക്ക് മൈലേജ് അത്രയും കിട്ടുക എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ഒരു സ്കോഡയുടെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ 1 ലിറ്റർ എടുക്കണോ 1.5 ലിറ്റർ എടുക്കണോ എന്നൊരു സംശയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്ക് ഫ്രീക്വൻ്റായിട്ട് ഡ്രൈവ് ഉള്ളൊരു വ്യക്തിയാണോ, അതുപോലെ തന്നെ ഫ്രീക്വൻ്റായിട്ട് ഡ്രൈവ് ഉണ്ടെങ്കിൽ തന്നെ ഏതൊരു സൈഡിലാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതായത് സിറ്റി ഡ്രൈവ് ആണോ നിങ്ങൾക്ക് കൂടുതൽ, അതോ ഹൈവേസ് ആണോ? നിങ്ങളൊരു ഹൈവേ ഡ്രൈവ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് 1.5 ലിറ്റർ എടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറയും. കാരണം ഇനി ഹൈവേ അല്ല, സിറ്റി യൂസ് ചെയ്യുന്ന ഒരാൾക്ക് 1.5 എടുക്കാൻ പറ്റില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മൈലേജ് ബേസ് ചെയ്ത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം മാത്രമാണ്. കാരണം 1 ലിറ്റർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 1 ലിറ്ററിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവൽ കൺസപ്ഷൻ കുറച്ചുകൂടെ കുറവായിരിക്കും. പ്രത്യേകിച്ച് അതിന് 3 സിലിണ്ടറേ നമുക്ക് വരുന്നുള്ളൂ. സിറ്റി ഡ്രൈവിനൊക്കെ കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളാണ്. പക്ഷേ ഒരു 4 സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹൈവേസിലൊക്കെ പോകുന്ന സമയത്ത് സിംഗിൾ ഡ്രൈവ് ആണെങ്കിൽ പോലും നമുക്ക് ഏകദേശം ഒരു 19 to 20 km/ലിറ്റർ ഒക്കെ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ കുറച്ച് ഫ്യൂവലേ കൺസ്യൂം ചെയ്തുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് സിലിണ്ടർ ക്യാൻസലേഷൻ ടെക്നോളജി, അഥവാ 2 സിലിണ്ടർ ക്യാൻസൽ ആകുമ്പോഴത്തേക്കും 2 സിലിണ്ടറിലായിരിക്കും ഈ വാഹനം ഡ്രൈവ് ചെയ്യുന്ന പൊതുവേ ഹൈവേസിലൊക്കെ. അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈലേജ് കിട്ടുന്നുണ്ട്, അഥവാ നമ്മുടെ ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡോറ് തുറക്കുന്ന സമയത്ത് ഇവിടെ താഴെ ഒരു റെഡ് കളർ റിഫ്ലക്ടർ കാണാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സിംപ്ലി ക്ലെവർ ഫംഗ്ഷനിൽ തന്നെ വരുന്ന മോഡലാണ്. അതായത് ഡോറൊക്കെ ഓപ്പൺ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ നിന്ന് ഒരു വാഹനം വരുമ്പോൾ അവർക്ക് മനസ്സിലാവണം ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഡോറാന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല, എന്നാലും ഈ റെഡ് കാണുമ്പോഴത്തേക്കും അവരൊന്ന്
കോഷൻ അല്ലെങ്കിൽ ഒന്ന് പ്രിക്കോഷൻ എടുക്കും. അത് എല്ലാ ഡോർസിലും റൈറ്റും ലെഫ്റ്റും ഡോർസിലും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് 1 ലിറ്ററും 1.5 ലിറ്ററും കിട്ടുന്നുണ്ട്. 1 ലിറ്ററിൽ തന്നെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ കിട്ടുന്നുണ്ട്, 6 സ്പീഡ് 80 കിട്ടുന്നുണ്ട്. ടോർ കൺവേർട്ടർ വരുന്ന മോഡലാണ്. 1.5 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ് നമുക്കവിടെ കിട്ടുന്നത്. അതേ സ്ഥാനത്ത് ഒരു 1 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു മൈലേജ് ഔട്ട്പുട്ട് 20.32, 1 ലിറ്റർ 80 ആണെന്നുണ്ടെങ്കിൽ 18.73, ഒരു 7 സ്പീഡ് DSG ഗിയർ ബോക്സ് 1.5 ലിറ്റർ ഉള്ള മോഡലാണെന്നുണ്ടെങ്കിൽ 19.36 ആണ് ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നത്. അങ്ങനെ നമ്മൾ സ്കോഡയുടെ സ്ലാവിയ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോകണം. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാനിത് ശരിക്കും നല്ല രീതിക്ക് ഒന്ന് ഓടിച്ചു നോക്കി കേട്ടോ. 1 ലിറ്റർ എഞ്ചിനാണെന്ന് ഒരു കാരണവശാലും പറയത്തില്ല. പവർ അമ്മാതിരി പവറാണ്. ഈ സെഡാൻസ് മാറി ഇപ്പം കൂടുതലും പേര് SUV മാറുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സെഡാൻ്റെ ഡ്രൈവിംഗ് കംഫോർട്ട് സെഡാൻ്റെ മാത്രം അവകാശപ്പെട്ടതാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതൊരു ടോർ കൺവേർട്ടറും കൂടെ ആയതുകൊണ്ട് നമുക്ക് ചെറിയ രീതിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊരു ലാഗ് വരുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും ഫുൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ പവർ ഒരു രക്ഷയില്ല. കാരണം ടെർബോയും കൂടെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. അത് തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സ്ഥിരം റോഡുണ്ട്, ആ റോഡിലോട്ട് തന്നെ കയറുമ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഹിൽ ഹോൾഡ് അസിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ സാധിക്കും. അതുപോലെ ക്രീപ്പിംഗ് മോഡ് കൊള്ളാം, അടിപൊളിയാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രാഫിക്കിലൊക്കെ കയറ്റം ഉണ്ടെങ്കിൽ നിർത്തിയിട്ട് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തന്നെ അതുമൊക്കെ അടിപൊളിയാണ്. നമ്മളിത് ഇപ്പോൾ ഒരു കയറ്റം ഒന്ന് കയറുകയാണ്. ഇവിടെ ഞാനൊന്ന് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തതിന് ശേഷം 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കാന്നേ ഉള്ളൂ. വേറെ കാര്യമൊന്നുമില്ല. ഹിൽ ഹോൾഡ് അസിസ്റ്റ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിനുശേഷം ഞാൻ ഏതായാലും ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്യാണ്. ഈ വഴിയൊക്കെ ടാർ ചെയ്തുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങൾ, അതായത് ഗട്ടേഴ്സ് ഒന്നും ചാടാൻ പറ്റുന്നില്ല, ആ ഒരു വിഷമമുണ്ട്. എനിവേയ്സ് ഒരു കുഴപ്പമില്ല. സംഗതി ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിലും പക്കയാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. മാരകം. പിന്നെ വാഹനം ഇച്ചിരി വിലപ്പം കൂടുതലായതുകൊണ്ടും ഒരു വണ്ടി അതിലേ വരുന്നുള്ളതുകൊണ്ടും പാടാകുമോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ പ്രത്യേകിച്ച് ഈ ചെറിയ വഴി വരുന്നതിൻ്റെ കാര്യം വാഹനത്തിൻ്റെ ഒരു വലിപ്പവും കാര്യങ്ങളൊക്കെ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. അങ്ങനെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. യെസ്, അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മളത് പിന്നെ പോവാണ്. ഏതായാലും ഗട്ടേഴ്സൊക്കെ ചാടിയിട്ട് സസ്പെൻഷനൊക്കെ അമ്മാതിരി സ്മൂത്താണ് കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പൊളി. നമുക്ക് നല്ല രീതിക്കുള്ള ഡ്രൈവ് കംഫോർട്ടും കിട്ടും. പ്രത്യേകിച്ച് ബാക്കിലൊക്കെ ഇരുന്ന് ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ മീൻസ് ബാക്കിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഡ്രൈവ് എൻജോയ് ചെയ്യാമെന്ന് പറയുമ്പോൾ ചെറിയ കാര്യങ്ങളൊന്നുമല്ല, അതൊരു കിടുവാന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഇതുപോലെ ഒരു കുത്തനൊരു ഇറക്കമൊക്കെ ഇറങ്ങി വരുമ്പോഴാണെങ്കിലും നമുക്ക് പ്രശ്നം വരുന്നില്ല. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 179 mm ഉണ്ട്. പക്ഷേ അത്യാവശ്യം ആൾക്കാർ ഒരു ഏകദേശം ഒരു 5 പേരൊക്കെ ഈ വാഹനത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് താഴെ ഏകദേശം ഒരു 149 സംതിങ് ഇങ്ങനെ അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആവുന്നുണ്ട്. അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാമെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. ഏതായാലും സംഗതി കൊള്ളാം. ഇനി നമുക്ക് അത്യാവശ്യം നല്ലൊരു റോഡും കൂടെ ഒന്ന് പിടിച്ചു നോക്കാം. നമുക്കിനി ക്രൂയിസ് കൺട്രോളും കൂടെ ഒന്ന് നോക്കിയാൽ, അത് ഈ മേളിൽ കാണുന്ന സ്വിച്ചിനെ ഞാൻ ഇങ്ങോട്ടൊന്ന് ആക്ടിവേറ്റ് ചെയ്തു. അന്നേരം ഇവിടെ ക്രൂയിസ് കൺട്രോളിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ മേളിൽ ഇതൊന്ന് താഴെയാണ് സെറ്റ് വരുന്നത്. സെറ്റ് ഇപ്പം 36 ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും 36. സ്പീഡ് കൂട്ടാൻ വേണ്ടി വേണ്ട ഇവിടെ പ്രസ് ചെയ്യുന്നതനുസരിച്ച് നമുക്കിവിടെ മാറുന്ന കാണാൻ സാധിക്കും. 40, 42. ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പായി. ഒന്നുകൂടെ റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിലറേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ മേളത്തെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 44 തന്നെയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ എനിക്കിത് പ്രസ് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ കണ്ട സ്പീഡ് കൂട്ടി 56 ഞാൻ ആക്സിലറേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ തന്നെ ക്രൂയിസ് കൺട്രോളിൽ സെറ്റ് ചെയ്യാണ്. എപ്പോൾ മേളിൽ എനിക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ സാധിക്കും, പ്രശ്നങ്ങളില്ല. അതേ സ്ഥാനത്ത് ബ്രേക്ക് എപ്പോൾ അപ്ലൈ ചെയ്യുന്നു അന്നേരം ഈ ഒരു ഫംഗ്ഷൻ ഓഫ് ആകുന്നതായിരിക്കും. സംഗതി സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഓഫ് ചെയ്തിട്ടുണ്ട്. ക്യാൻസൽ ചെയ്യാം, ഓഫ് ചെയ്യാം, കുഴപ്പമില്ല, അത് ഓക്കെ. ഏതായാലും ഓവറോൾ എനിക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ സ്റ്റെബിലിറ്റി പക്കാവൻ പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഡിസൈൻ കൊണ്ട് തന്നെയാണ്, ആ എയറോ ഡൈനാമിക് ഷേപ്പിൻ്റെ ഇത് കൊണ്ട് തന്നെയാണ്, അതിൻ്റെ ഹൈറ്റിൻ്റെ കൊണ്ടാണ്.
ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ വാഹനത്തിന് ഇത്രയും സ്റ്റെബിലിറ്റി കിട്ടുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മളൊരു SUV കാര്യങ്ങളൊക്കെ ഓടിച്ച് ഇത്രയും സ്റ്റെബിലിറ്റി കിട്ടത്തില്ല, ബോഡി റോൾ കൂടുതലായിരിക്കും, അതൊക്കെ വളരെ കുറവായിരിക്കും ഒരു സെഡാൻ വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു നല്ല കോൺഫിഡൻസ് ലെവലും അതുപോലെ ഒരു 100 കിലോമീറ്റർ പ്ലസ് സ്പീഡിൽ പോയാൽ പോലും നമ്മൾ ഒന്നും അറിയില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് പ്രത്യേകിച്ച് ഈ വാഹനം ഡ്രൈവ് ചെയ്തൊരു വ്യക്തിക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കണം. എനിക്കിത് EVM സ്കോഡയാണ് ഈ വാഹനം തന്നിരിക്കുന്നത് ഡ്രൈവിന് വേണ്ടിയിട്ട്. അപ്പം അവരുടെ കോൺടാക്ട് നമ്പറും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് ഈ വാഹനത്തിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഇതിൻ്റെ ഡ്രൈവ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ളത്. ഉറപ്പായിട്ടും നിങ്ങളൊരു സെഡാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു സെഡാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കണം. കാരണം നമുക്കറിയാവുന്ന പോലെ സെഡാൻസ് വളരെ കുറവായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിരലെണ്ണാൻ പറ്റുന്ന മോഡൽസ് മാത്രമേ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിലൊന്നാണ് സ്ലാവിയ എന്ന് പറയുന്നത്. പിന്നെ വെർട്ടസ് ഉണ്ട്. സിയാസിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഏകദേശം ഔട്ടായി പോയി. അപ്പോൾ അതുപോലെ പിന്നെ വെർണയുണ്ട്. അപ്പം കുറച്ച് വാഹനങ്ങളെ നമുക്കുള്ളൂ പറയാനാണെങ്കിൽ തന്നെ. അപ്പോൾ അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നൊരു വാഹനമാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ സേഫ്റ്റിയുടെ കാര്യം കൂടെയൊക്കെ നമുക്ക് നോക്കി പറയുമ്പോൾ കിടുവാണ്. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം സ്കോഡ വാഹനങ്ങളിലെല്ലാം ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചെടുത്ത് പറയുന്നൊരു കാര്യമാണ്, ഇപ്പോഴും ഈ ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡോറ് തുറക്കുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. അതൊരു നെഗറ്റീവ് സൈഡായിട്ട് ഞാൻ പിന്നെയും എടുത്ത് പറയുന്നത്. ശരിക്കും ഒരു സേഫ്റ്റി സൈഡ് എന്ന് പറഞ്ഞാൽ പോലും എനിക്കത് അത്ര സേഫ്റ്റി ആയിട്ട് തോന്നിയില്ല. ഇപ്പോൾ കൊച്ചു പിള്ളേരൊന്നും ഇവിടെ ഇരുത്താൻ പാടില്ലെന്നാണ്. എന്നാലും നമ്മുടെയൊക്കെ ഒരു രീതിക്ക് നമ്മളിവിടെ ഇരുത്തി കഴിയുമ്പോൾ അവർ ആദ്യം കയറി പിടിക്കുന്ന ഈ ഒരു ഡോറിലോട്ടായിരിക്കും. അങ്ങനെ ഞാനിപ്പോൾ നോക്കിയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. തുറന്നു കഴിഞ്ഞാൽ അതെ ഈ ഡോർ ഇങ്ങനെ തുറന്നു പോവും. അതൊരു വലിയ ഇഷ്യൂ ആണ്, അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. അതിൽ എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഞാൻ ഒരു സജഷനായിട്ട് വെക്കുന്നു. നമുക്കിവിടെ ഒരു ലോക്ക് ബട്ടൺ കാണാം. പലരും ചോദിക്കുന്നത് അപ്പം ഈ ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ തുറക്കുമോ? 100% ലോക്ക് ചെയ്തിട്ടാലും ഈ വാഹനം ഓപ്പൺ ആകുന്നതായിരിക്കും. പുറത്തുനിന്ന് ആർക്കും അകത്തോട്ട് തുറന്ന് കയറാൻ സാധിക്കത്തില്ല, പക്ഷേ അകത്തുനിന്ന് തുറക്കാൻ സാധിക്കും. അതൊരു ഡ്രോബാക്ക് അഥവാ ഒരു നെഗറ്റീവ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് ഈ ഗിയർ നോബിൽ തന്നെ ഇതിൻ്റെ ലൈറ്റും കാണാൻ സാധിക്കും. ഇപ്പോൾ ഡ്രൈവിലാണ്, ഞാനത് ന്യൂട്രലോട്ട് മാറ്റി. ഇതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ ഈ ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് രാത്രി സമയങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏത് മോഡലാണെന്നുള്ള മീറ്റർ നോക്കാതെ തന്നെ ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. അതും ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇതിൽ മൈ സ്കോഡ കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പിനകത്ത് തന്നെ നമുക്ക് കിട്ടുന്ന ട്രാക്ക് യുവർ കാർ, നമ്മുടെ വാഹനം എവിടെയാണെന്നുള്ള ട്രാക്ക് ചെയ്യാൻ സാധിക്കും. സ്പീഡ് ട്രാക്കിംഗ് കിട്ടുന്നുണ്ട്, നമ്മുടെ വാഹനം പോകുന്ന സ്പീഡും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ജിയോ ഫെൻസിങ് വരുന്നുണ്ട്, ബ്രീച്ച് നോട്ടിഫിക്കേഷനും കിട്ടുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ജിയോ ഫെൻസിങ്ങിൻ്റെ ഔട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഡിവൈസ് ടാമ്പറിങ് അലേർട്ട്, എന്തെങ്കിലും രീതിക്ക് ഒരു ടാമ്പറിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അലേർട്ട് നമുക്ക് കിട്ടും. ഡ്രൈവിംഗ് ബിഹേവിയേഴ്സ് അറിയാൻ സാധിക്കും. വാക്ക് ടു കാർ, ഫൈൻഡ് യുവർ കാർസ് നമുക്ക് കിട്ടുന്നുണ്ട്. റൂട്ട് ട്രാക്കിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. SOS ഫീച്ചർ കിട്ടുന്നുണ്ട്. ടോ അലേർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്.